ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BQ റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ്. തേങ്ങ ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. തേങ്ങാ ചട്നിയേക്കാൾ ടേസ്റ്റുമാണ്. ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിലും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1.5 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തുവരപ്പരിപ്പോ കടലപ്പരിപ്പോ എടുക്കാവുന്നതാണ്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ആവശ്യത്തിന് വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ 2 or 3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതും ആവശ്യത്തിന് വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പരിപ്പ് മാറ്റി വെച്ചിരിക്കുന്ന അതേ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഈ എണ്ണയിൽ തന്നെ കിടന്നാൽ വല്ലാതെ അങ്ങ് കരിഞ്ഞു പോകും. ഇനിയും ഇതിലേക്ക് ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇത് എണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇഞ്ചി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇഞ്ചി ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. തക്കാളി ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളി കൂടി ചേർക്കുകയാണ്. ഇത് നിങ്ങളുടെ പുളിക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ചേർത്തിരിക്കുന്ന തക്കാളി നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് തന്നെ പുളി അല്പം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളി ചേർത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ വാളംപുളിയുടെ അളവ് കുറച്ചാൽ മതി. കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ തക്കാളി വഴന്ന് കിട്ടും. തക്കാളി ആവശ്യത്തിന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 7-8 കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കാഷ്യൂസ് ചേർത്താൽ. നിങ്ങളിതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാഷ്യൂസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റൊന്നും ഇതിൽ മുന്നിട്ട് നിൽക്കുകയില്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചട്നിക്ക്. അപ്പോൾ മല്ലിയില ചേർത്തൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജാണ് ചേർക്കേണ്ടത്. തേങ്ങയ്ക്ക് പകരം നമ്മളിതിലേക്ക് ക്യാബേജാണ് ചേർക്കുന്നത്. ക്യാബേജിൻ്റെ ടേസ്റ്റൊന്നും ഇതിൽ മുന്നിട്ട് നിൽക്കുകയില്ല. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ചട്നിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ക്യാബേജിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ക്യാബേജ് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ക്യാബേജ് വഴന്ന് വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയോ ചേർത്താൽ മതി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്താൽ അധികം എരിവുണ്ടാവില്ല, നല്ലൊരു കളറും ആയിരിക്കും. മുളക് പൊടി ചേർത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഒരു ചട്നിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ സമയത്ത് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പരിപ്പും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. തേങ്ങാ ചട്നി അല്ല എന്ന് ആരും പറയില്ല. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ലൂസാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇതൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
കുറച്ച് തിക്കായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ടാണ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ഒന്ന് കടുക് വറുത്തിടുകയും കൂടി ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് വറുത്തിട്ടിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. വറുത്തിടാതെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അധികം എണ്ണ ഉപയോഗിക്കേണ്ട എന്നുള്ളവർക്ക് വറുത്തിടാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും അതേപോലെ മസാല ദോശയുടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ക്യാബേജ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചട്നി എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.